Zlate the God, written by Isaac Bashevis Singer. It is a short story written from third-person point of view. The story is set in an unnamed Jewish village in Eastern Europe during Hanukkah festival. Hanukkah festival is a Jewish festival. Then the protagonists in the story are Aaron and an animal character Zlate. Zlate is an animal. It is a goat. Aaron's father is a farrier who has no money to buy the necessary things to celebrate the festival Hanukkah. That is why he decided to sell his pet Zlate for a town butcher for earning money to buy things to celebrate the festival Hanukkah. This is the central theme of the story, Zlate the goat. Let's look what will happen. So, to the summary of the story. At the Hanukkah time, the road from the village to town is usually covered with snow, but this year the winter had been a mild one. നമ്മൾ പറഞ്ഞു ഹനൂക്ക ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് ഈ ഷോർട്ട് സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹനൂക്ക എന്നതൊരു ജൂയിഷ് ഫെസ്റ്റിവലാണ്. നമുക്ക് ക്രിസ്മസ്, ഓണം, വിഷു എന്നീ ആഘോഷങ്ങൾ പോലെ തന്നെ ജൂയിഷ് പീപ്പിൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹനൂക്ക ഫെസ്റ്റിവൽ. സാധാരണയായി ഹനൂക്ക ഫെസ്റ്റിവലിൻ്റെ സമയത്ത് വിൻ്റർ സീസണാണ്. നന്നായി മഞ്ഞ് വീഴാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. മഞ്ഞെല്ലാം കൂമ്പാരമായി വീണ് കിടക്കുന്ന ഒരു സമയമാണ്. വില്ലേജിൽ നിന്നും ടൗണിലേക്ക് പോകുന്ന പാതയിലെല്ലാം മഞ്ഞ് വീണ് മൂടിയിട്ടുണ്ടായിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് സീസൺ എന്ന് പറയുന്നത് ദ വിൻ്റർ ഹാഡ് ബീൻ എ മൈൽഡ് വൺ. ദ വിൻ്റർ ഹാഡ് ബീൻ എ മൈൽഡ് വൺ. മഞ്ഞ് വീഴാൻ ആരംഭിച്ചിട്ട് പോലുമില്ല. ചൂടുള്ള ആ ഒരു കാലാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. For Reuven, the farrier, it was a bad time. Even after long hesitation, he decided to sell his Zlate the goat. ഇത് സാരമായി ബാധിച്ചത് നമ്മുടെ റൂവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്. റൂവൻ എന്നത് നമ്മൾ തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആരോണിൻ്റെ ഫാദർ ആണ് റൂവൻ. അദ്ദേഹം ഒരു ഫറിയർ ആണ്, അതായത് രോമക്കുപ്പായം വിൽക്കുന്ന കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞു വീഴാത്ത ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തെ സാരമായി ബാധിക്കുകയാണ്. കാരണം മഞ്ഞു പെയ്യാത്തതിനാലും ചൂടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നതിനാലും ആരും രോമക്കുപ്പായം വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റൂവൻ്റെ കച്ചവടം നഷ്ടത്തിലാണ്. വരുമാനമൊന്നും ലഭിക്കുന്നില്ല. മുമ്പുള്ള വർഷങ്ങളിലെല്ലാം നല്ല മഞ്ഞു പെയ്യുകയും കച്ചവടം നന്നായി നടക്കുകയും ചെയ്തതിനാൽ ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള വരുമാനം ആ കച്ചവടത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നിർഭാഗ്യവശാൽ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. മഞ്ഞ് വീഴാൻ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രോമക്കുപ്പായങ്ങളൊന്നും കച്ചവടം നടന്നിട്ടുമില്ല. കയ്യിൽ ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശുമില്ല. അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം റൂവൻ ഒരു തീരുമാനം എടുക്കുകയാണ്. മറ്റു മാർഗങ്ങളൊന്നും ഇനിയില്ല. അതുകൊണ്ട് തൻ്റെ വളർത്തു മൃഗമായ സ്ലേട്ടെ എന്ന ഗോട്ടിനെ വിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് റൂവൻ. പാലിനും അതുപോലെ തന്നെ രോമങ്ങൾ ശേഖരിക്കാനും ആയിട്ട് അവർ ആടിനെ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ മറ്റു വഴികളൊന്നും ഇനിയില്ല. അതുകൊണ്ട് ഹനൂക്ക സെലിബ്രേറ്റ് ചെയ്യാൻ പണമുണ്ടാക്കാനുള്ള മാർഗം ഇത് മാത്രമാണ്. നമ്മുടെ സ്ലേട്ട എന്ന ഗോട്ടിനെ വിൽക്കുക എന്നൊരു മാർഗം മാത്രമാണ് ഉള്ളത്. സ്ലേട്ടെ വാസ് ആൻ ഓൾഡ് ഗോട്ട് ആൻഡ് ഗിവ് ലിറ്റിൽ മിൽക്ക്. സ്ലേട്ടയ്ക്ക് വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ വേണ്ടത്ര പാൽ സ്ലേട്ടെ നൽകിയിരുന്നില്ല. സോ റാവൻ സ്ലേട്ടയെ വിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇനി ആ മൃഗത്തെ കൊണ്ട് പ്രയോജനമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക്
റൂവൻ്റെ സാഹചര്യം കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ വളർത്തു മൃഗമായ തൻ്റെ പെറ്റായ സ്ലേട്ടയെ വിൽക്കാനായി റൂവൻ തീരുമാനിക്കുന്നു. Feivel the town butcher had offered 8 gulden for Zlate, such as some would buy Hanukkah candles, potatoes, oil for pancakes, gifts for children and other holiday necessaries for the house. ഫെയ്വൽ എന്ന ക്യാരക്ടർ ഒരു ടൗൺ ബുച്ചറാണ്. അങ്ങനെ ഫെയ്വൽ എന്ന ഈ ടൗൺ ബുച്ചറിന് 8 ഗുൾഡന് സ്ലാറ്റയെ വില പറയുകയാണ് റൂവൻ. ഗുൾഡൻ എന്നാൽ ഒരു എമൗണ്ട് ഓഫ് മണിയാണ്. രൂപ, ഡോളർ എന്നെല്ലാം നമ്മൾ പറയുന്നത് പോലെ ഗുൾഡൻ എന്നതും ഒരു എമൗണ്ട് ഓഫ് മണിയാണ്. സോ 8 ഗുൾഡന് റൂവൻ തൻ്റെ വളർത്തുമൃഗമായ സ്ലേട്ടയെ ഫെയ്വലിന് വിൽക്കുകയാണ്. അത്രയും രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഹനൂക്ക കാൻഡിൽസും പൊട്ടറ്റോസും പാൻകേക്സ് തയ്യാറാക്കാൻ ആവശ്യമായ ഓയിലും കൂടാതെ തൻ്റെ 3 കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും വീട്ടിലേക്ക് ആവശ്യമായ മറ്റു സാമഗ്രികളും വാങ്ങിക്കാമെന്ന് റൂവൻ കണക്ക് കൂട്ടുകയാണ്. Reuben told his son Aaron to take the goat to town. He had to obey his father. റൂവൻ തൻ്റെ ഇളയ മകനായ, അതായത് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആരോണിനോട് സ്ലേട്ടയെ ടൗണിൽ കൊണ്ടുപോയി വിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആരോൺ എതിർപ്പുകളില്ലാതെ മറ്റു വഴികളൊന്നുമില്ല, അതിനാൽ തൻ്റെ പിതാവിനെ അനുസരിക്കുകയാണ്. His mother wiped tears from her eyes when she heard the news. Aaron's young sisters Anna and Miriam cried loudly. ലേ എന്ന ക്യാരക്ടർ ആരോണിൻ്റെ അമ്മയാണ്. അന്ന ആൻഡ് മിറിയൻ എന്നത് ആരോണിൻ്റെ സിസ്റ്റേഴ്സാണ്. തങ്ങളുടെ വളർത്തുമൃഗമായ തങ്ങളുടെ പെറ്റായ സ്ലേട്ടയെ വിൽക്കാൻ പോകുന്നു എന്ന വിവരം അറിയുമ്പോൾ അവർ വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ആരോണിൻ്റെ അമ്മ ലേ എന്ന ക്യാരക്ടർ കണ്ണു തുടയ്ക്കുന്ന ഒരു രംഗവും ഈ കഥയിൽ പറയുന്നുണ്ട്. Aaron put on his quilted jacket and a cap with earmuffs, bound a rope around Zlate's neck and took along 2 slices of bread with cheese to eat on the way. ആരോൺ ടൗണിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. ജാക്കറ്റും അതോടൊപ്പം ഇയർ മഫോട് കൂടിയിട്ടുള്ളൊരു ക്യാപ്പും ധരിച്ച് ആരോൺ തയ്യാറാവുകയാണ്. കൂടാതെ 2 slices of bread with cheese to eat on the way. വഴിയിൽ പോകുമ്പോൾ കഴിക്കാനായി 2 കഷ്ണം ബ്രെഡും ചീസും കയ്യിൽ കരുതുകയാണ്. ശേഷം സ്ലേട്ടയുടെ കഴുത്തിൽ ഒരു കയർ കെട്ടി സ്ലേട്ടയെയും കൊണ്ട് ആരോൺ നടന്നു നീങ്ങുന്നു. അങ്ങനെ അവർ ടൗണിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. Aaron was supposed to deliver the goat by evening, spend the night there and returns next day with money. ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ആരോൺ തൻ്റെ യാത്രയെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആരോൺ പ്ലാൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്. വൈകുന്നേരം ആവുമ്പോഴേക്കും ഫെയ്വലിൻ്റെ അടുത്തെത്തും. ടൗണിൽ ഫെയ്വൽ എന്ന ബുച്ചറിൻ്റെ അടുത്തെത്തും. എന്നിട്ട് സ്ലാട്ടയെ ഫെയ്വലിന് കൈമാറാം. ശേഷം അന്നത്തെ രാത്രി അവിടെ തങ്ങി തൊട്ടടുത്ത ദിവസം രാവിലെ പണവുമായി തിരികെ യാത്ര തുടരാം, വീട്ടിലോട്ടുള്ള യാത്ര തുടരാം എന്നാണ് ആരോൺ മനസ്സിൽ പദ്ധതി ഒരുക്കുന്നത്. അങ്ങനെ സ്ലാട്ടയുമായി ആരോൺ യാത്ര തുടരുകയാണ്. Zlate stood as patiently and good-naturedly as ever. സ്ലേട്ടയുടെ കഴുത്തിൽ ആരോൺ കയർ കിട്ടുന്ന സമയത്ത് സ്ലേട്ട എതിർപ്പുകളൊന്നും കാണിക്കുന്നില്ല. വളരെ ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ അനുസരണയോടുകൂടിയും കയർ കെട്ടാനായി ആരോണിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്.
Slate licked Reuben's hand. She trusted human beings. She knew that they always fed her and never did her any harm. അതായത് നമുക്കറിയാം, വളർത്തുമൃഗങ്ങൾ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ലിക്ക് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സൗണ്ട്സിലൂടെയുമാണ്. ഇവിടെ റൂവൻ്റെ ഹാൻഡ്സ് ലിക്ക് ചെയ്തുകൊണ്ട് സ്ലേറ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്നെ വിൽക്കാനാണ് കൊണ്ടുപോകുന്നത് എന്ന സത്യം സ്ലേറ്റെ മനസ്സിലാക്കുന്നില്ല. കാരണം സ്ലേറ്റെ അവരെ അത്രയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ ബീയിങ്സിനെ സ്ലേറ്റെ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരാണ് സ്ലേറ്റയ്ക്ക് ഭക്ഷണം നൽകി സ്ലേറ്റയെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഉപദ്രവകരമായിട്ടുള്ള യാതൊന്നും അവർ ചെയ്യില്ല എന്നൊരു വിശ്വാസം സ്ലേറ്റയിലുണ്ട്. The way was different. Slate looked back at Aaron questioningly. Where are you taking me? ആരോൺ സ്ലേട്ടയെ വിൽക്കാനായി യാത്ര തുടരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ അവർ യാത്ര തുടരുന്നു. സാധാരണ സ്ലേട്ടയെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന പാതയിലൂടെയല്ല തങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നു എന്നത് സ്ലേട്ടെ മനസ്സിലാക്കുന്നുണ്ട്. അപരിചിതമായിട്ടുള്ള ആ വഴിയും അതുപോലെ തന്നെ ആ യാത്രയും നിഷ്കളങ്കമായ ആ മൃഗത്തിൽ സംശയം ഉളവാക്കുന്നുണ്ട്. വേർ ആർ യു ടേക്കിംഗ് മീ? വേർ ആർ യു ടേക്കിംഗ് മീ? എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന അർത്ഥത്തിൽ സ്ലേറ്റെ ആരോണിനെ നോക്കുകയാണ്. The sun was shining when Aaron left the village. Suddenly the weather changed. At the beginning of the story it is already said that ഇത്തവണ മഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റൂവൻ്റെ കച്ചവടം നഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഈ സ്ലേട്ടയെ വിൽക്കാനുള്ള തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സാധാരണ മഞ്ഞ് വീഴുന്ന സീസണാണ്. പക്ഷെ ഇപ്പോൾ മഞ്ഞ് വീഴുന്നില്ല, ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ്. ആരോണും സ്ലേട്ടയും പുറപ്പെടുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുകയാണ്. Large black clouds appeared in the sky. A cold wind blew with it. It began to hail as in summer. After a while, the hail turned to blizzard. ആകാശത്തിൽ മേഘങ്ങൾ ഇരുണ്ടുകൂടുകയും തണുത്ത കാറ്റ് വീശുകയും മഞ്ഞ് പെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ആദ്യം ബോൾസ് ആയിട്ടാണ് മഞ്ഞ് പെയ്തത്. അതായത് നമ്മൾ ആലിപ്പഴം വീഴുക എന്നെല്ലാം കേട്ടിട്ടില്ലേ? ആ മഞ്ഞ് വീഴ്ച പിന്നീട് ഒരു ബ്ലിസാർഡായി മാറുകയാണ്. ബ്ലിസാർഡ് മീൻസ് സ്നോ സ്റ്റോം ആയി മാറുകയാണ്. In a short time, their path was completely covered with snow. The wind becomes as cold as ice. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടമാകെ മഞ്ഞ് വീണ് കുന്നുകൂടുകയാണ്. ഐസ് പോലെയുള്ള തണുത്ത കാറ്റ് വീശുന്നുമുണ്ട്. ടൗണിലേക്കുള്ള പാതയിലും മഞ്ഞ് വീണ് കിടക്കുകയാണ്. The road to town is covered with snow so that Aaron cannot recognize the road and the farmland. അവർ സഞ്ചരിക്കുന്ന റോഡിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോണിന് റോഡ് ഏതാണ് പാടം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വഴിയിലുടനീളം മഞ്ഞ് മൂടിയിരിക്കുകയാണ്. Slate's legs sank deeper and deeper into the snow. She looked at Aaron in wonderment. Her eyes seemed to ask, "Why are we out in such a storm?" മഞ്ഞ് നിറഞ്ഞ പാതയിലൂടെ അവർ നടക്കാൻ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. സ്ലേട്ടയുടെ കാലുകൾ മഞ്ഞിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ലേട്ടയ്ക്ക് തീരെയും നടക്കാൻ വയ്യാതാവുകയാണ്. അങ്ങനെ സ്ലേട്ട വീണ്ടും ഒരു ചോദ്യഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ ആരോണിനെ നോക്കുകയാണ്. വൈ ആർ വി ഔട്ട് ഇൻ സച്ച് എ സ്റ്റോം? ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ പുറത്തിറങ്ങേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന അർത്ഥത്തിൽ സ്ലേട്ട വീണ്ടും ആരോണിനെ നോക്കുകയാണ്. The snow grew thicker, falling to the ground in large whirling flakes. Beneath it, Aaron's boot touched the softness of a plowed field. He realized that he was no longer on the road. He had gone astray.
മഞ്ഞ് വീഴുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുപാളികൾ അന്തരീക്ഷത്തിൽ നിറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, കാഴ്ചകളൊന്നും വ്യക്തമല്ല. അങ്ങനെ അവർ നടന്നു നീങ്ങുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആരോണിൻ്റെ കാലുകൾ വയലിലെ ചെളിയിൽ ആഴ്ന്നിറങ്ങി പോകുന്നുണ്ട്. എല്ലായിടത്തും മഞ്ഞ് കുമിഞ്ഞു കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഫാം ലാൻഡ് ഏതാണ്, റോഡ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ചളിയിൽ കാലുകൾ ആഴ്ന്നിറങ്ങിയപ്പോഴാണ് ആരോൺ തിരിച്ചറിയുന്നത് റോഡിൽ നിന്നും വയലിലോട്ട് വന്നിട്ടുണ്ട്, വഴി തെറ്റിയിരിക്കുന്നു എന്നത് ആരോൺ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. They couldn't walk no longer. The snowfall had reached his knees. His hands were numb, nose felt like wood, and choked when he breathed. Slater's voice began to sound like crying. Aaron began to pray to the God for himself and for the innocent animal. ഇത്രയും പ്രയാസങ്ങളെല്ലാം നേരിടുന്നത് കൊണ്ട് തന്നെ ആ വഴിയിലൂടെ അവർക്ക് അധികം മുന്നോട്ട് നടന്ന് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരോണിൻ്റെ കാൽമുട്ടിനോളം മഞ്ഞു വീണ് കിടന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവൻ്റെ മൂക്കെല്ലാം ഒരു വുഡ് പോലെ, മരക്കഷ്ണം പോലെ അത്രയും ഹാർഡായി മാറിയിട്ടുണ്ടായിരുന്നു തണുപ്പ് കാരണം. കൂടാതെ അവന് ശ്വാസം എടുക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് തണുപ്പ് കാരണം ശ്വസിക്കാൻ ആരോൺ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവരവിടെ സ്റ്റോപ്പ് ആവുകയാണ്. വഴിയിൽ കാലുകളെല്ലാം സ്നോയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അന്തരീക്ഷം മുഴുവനും മഞ്ഞ് മൂടിയിട്ടുണ്ട്, കാഴ്ചകളൊന്നും വ്യക്തമാക്കുന്നില്ല. അപ്പോൾ അവരുടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. സ്ലേറ്റെ കരയാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ ആരോണിൽ ഭീതി ഉണരുന്നുണ്ട്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. തനിക്ക് വേണ്ടിയും താൻ വിൽക്കാൻ കൊണ്ടുപോകുന്ന ആ നിഷ്കളങ്കയായ മൃഗത്തിനു വേണ്ടിയും ആരോൺ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. Aaron did not want to admit the danger, but he knew that if they didn't find the shelter, they would freeze to death. ഈ ഒരു അന്തരീക്ഷത്തിൽ ആരോൺ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബ്ലിസാർഡിൽ നിന്നും രക്ഷ നേടാൻ ഒരു ഷെൽട്ടർ കിട്ടിയെങ്കിൽ എന്ന് ആരോൺ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ആ ബ്ലിസാർഡിൽ ഒരു പക്ഷേ അവർ മരിച്ചു പോയേക്കാം എന്ന് ആരോണിന് മനസ്സിലാകുന്നു. Suddenly he made out the shape of a hill. He moved towards it, dragging Slate after him. അങ്ങനെ ആ മഞ്ഞുപാളികൾക്കിടയിലൂടെ നടക്കുമ്പോഴാണ് ഹിൽ ഷേപ്പിലുള്ള ഒരു മഞ്ഞു കൂമ്പാരം ആരോണിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്ലേട്ടയെയും വലിച്ചുകൊണ്ട് ആരോൺ വളരെ പ്രയാസപ്പെട്ട ആ മഞ്ഞിലൂടെ അതിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ഇറ്റ് വാസ് എ ലാർജ് ഹെയർസ്റ്റാക്ക് വിച്ച് ദ സ്നോ ഹാഡ് ബ്ലാങ്കറ്റഡ്. അടുത്തെത്തിയപ്പോൾ ആരോണിന് മനസ്സിലായി അതൊരു ഹെയർസ്റ്റേക്കാണ്, മഞ്ഞു വീണത് മൂടിക്കിടക്കുകയാണ് എന്നത്. Aaron realized immediately that they were saved. In the haystack it was always warm and it was food for Slate. ഹേസ്റ്റാക്ക് കണ്ടെത്തിയപ്പോൾ ആരോണിന് ആശ്വാസമാവുകയാണ്. ബ്ലിസാർഡിൽ നിന്നും രക്ഷപ്പെടാൻ ഹേസ്റ്റാക്കിനകത്തേക്ക് ആരോൺ തൻ്റെ സ്ലേറ്റയും കൊണ്ട് കയറിയിരിക്കുകയാണ്. ഈ വൈക്കോൽക്കൂനയ്ക്കുള്ളിൽ പുറമേ ഉള്ളതിനേക്കാളും തണുപ്പ് കുറവായിരുന്നു. കൂടാതെ സ്ലേറ്റയ്ക്ക് വേണ്ട വിധം കഴിക്കാനുള്ള ഭക്ഷണം കൂടിയും കിട്ടുകയാണ്. വൈക്കോൽക്കൂനയുടെ ചുമരുകളും മേൽക്കൂരകളും എല്ലാം വൈക്കോൽ കൊണ്ട് നിർമ്മിതമായതാണ്. അതുകൊണ്ട് തന്നെ സ്ലേറ്റയ്ക്ക് വേണ്ട വിധം കഴിക്കാനുള്ള ഭക്ഷണം കൂടിയും ലഭ്യമാവുകയാണ് ഇതിലൂടെ. The snow was continued to fall outside. ഇപ്പോഴും പുറത്ത് മഞ്ഞ് നല്ല അതിശക്തിയായിട്ട് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ്. But they need to breathe and there was hardly any air in their hideout. Aaron bored a kind of window through the hay. വൈക്കോൽക്കൂന മഞ്ഞ് വീണ് മൂടിയിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ
അവർക്ക് അതിനുള്ളിൽ ശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതിനകത്ത് വായുസഞ്ചാരം കുറവായിരുന്നു. സോ ആരോൺ ആ ഹേസ്റ്റാക്കിനകത്ത് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, വിൻഡോ പോലെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Slate, having eaten her fill, sat down on her legs and seemed to have regained her confidence in man. ആ ബ്ലിസാർഡിൽ നിന്നും അവരിപ്പോൾ സുരക്ഷിതരായിട്ടുണ്ട്. സ്ലേറ്റെ അതിനകത്ത് തൻ്റെ പിൻകാലുകളിൽ ഇരുന്നു കൊണ്ട് വയറു നിറയെ ഭക്ഷണം കഴിക്കുകയാണ്. ആരോൺ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ സ്ലേറ്റയെയും കൂടി തന്നോടൊപ്പം രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇത് സ്ലേറ്റയിൽ തനിക്ക് ആപത്തൊന്നും വരില്ല, ആരോൺ തൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് വളർത്തുകയാണ്. ആരോൺ ate his 2 slices of bread and cheese, but after the difficult journey he was still hungry. യാത്രക്കിടെ കഴിക്കാൻ കരുതിയിരുന്ന 2 slices of bread and cheese ആരോൺ കഴിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ആരോണിന് വിശപ്പ് ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ബ്ലിസാർഡിലൂടെയുള്ള ആ ഒരു ഡിഫിക്കൾട്ട് ജേർണി ആരോണിനെ അത്രയും ക്ഷീണിതനാക്കിയിട്ടുണ്ടായിരുന്നു. വിശപ്പും ദാഹവും അവനെ തളർത്തിയിരുന്നു. ഡ്യൂറിങ് ദ ടൈം ആരോൺ വാസ് സർവൈസ്ഡ് ബൈ ഡ്രിങ്കിങ് ദ മിൽക്ക് ഓഫ് സ്ലേറ്റെ ആൻഡ് ലൈങ് ഡൗൺ നെക്സ്റ്റ് ടു ഹെർ ഫോർ വാംത്ത്. ഹേസ്റ്റാക്കിനുള്ളിൽ കഴിയുന്ന ആ ഒരു സമയത്ത് തൻ്റെ ദാഹം തീർക്കാനായി ആരോൺ സ്ലേറ്റയുടെ മിൽക്ക് കഴിക്കുന്നുണ്ട്. സ്ലേറ്റയുടെ മിൽക്ക് ആരോണിനെ എനർജറ്റിക് ആക്കി മാറ്റുന്നുണ്ട്. കൂടാതെ സ്ലേറ്റയുടെ തൊലിയിലുള്ള ഫർ ആരോണിന് വാംത്ത് നൽകുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ആ ബ്ലിസാർഡിൽ നിന്നും ആരോണാണ് തൻ്റെ വളർത്തുമൃഗമായ സ്ലേറ്റയെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ആ ഹേസ്റ്റാക്കിനുള്ളിൽ കഴിയുന്ന സമയത്ത് തണുപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും ആരോണിനെ സംരക്ഷിക്കുന്നത് സ്ലേറ്റയുമാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങും ആനിമൽസും തമ്മിൽ, ഇവിടെ സ്ലേറ്റയും ആരോണും തമ്മിൽ പരസ്പരം സർവൈവ് ചെയ്യാനായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. It was completely dark and he didn't know whether night had already come or whether it was the darkness of the storm. പുറത്ത് നല്ല ഇരുട്ടാണ്, രാത്രിയാണോ അല്ലെങ്കിൽ ഇനി കാർമേഘങ്ങൾ ഇരുണ്ട് കൂടി കിടക്കുന്നത് കാരണം പകലാണോ എന്ന് തിരിച്ചറിയാൻ ആരോണിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻ ദ ഹേ ഇറ്റ് വാസ് നോട്ട് കോൾഡ്. പുറത്ത് നല്ല ബ്ലിസാർഡ് ആണെങ്കിലും നല്ല തണുപ്പുണ്ടെങ്കിൽ കൂടിയും ഹേസ്റ്റാക്കിനകത്ത് അത്ര തണുപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, വാംത്തായിരുന്നു. ആരോൺ ബിഗൻ ടു ടോക്ക് ടു സ്ലേറ്റെ. ഹി ഹാഡ് ഓൾവേസ് ലവ്ഡ് സ്ലേറ്റെ, ബട്ട് നൗ ഷീ വാസ് ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. ആരോണും സ്ലേറ്റയും ഹേസ്റ്റാക്കിനുള്ളിൽ സമയം ചെലവഴിക്കുകയാണ്. ആരോൺ സ്ലേറ്റയുമായി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ആരോൺ എല്ലായ്പ്പോഴും തൻ്റെ പെറ്റായിട്ടുള്ള നമ്മുടെ സ്ലേറ്റയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ലേറ്റയോടുള്ള ആരോണിൻ്റെ ഇൻറ്റിമസി കൂടിയിരിക്കുകയാണ് ചെയ്തത്. തൻ്റെ 2 സിസ്റ്റേഴ്സ് എങ്ങനെയാണോ തൻ്റെ സിസ്റ്റേഴ്സിനെ താൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അത്രത്തോളം തന്നെ തൻ്റെ പെറ്റായ സ്ലേറ്റയെയും ആരോൺ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ സ്ലേറ്റയും ആരോണും തമ്മിലുള്ള സംഭാഷണമാണ് നൽകിയിട്ടുള്ളത്. Slate, what do you think about what has happened to us? Aaron asked. Ma, Slate answered. ആരോൺ സ്ലേറ്റയോട് ചോദിക്കുകയാണ്, നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തെക്കുറിച്ച് സ്ലേറ്റ എന്താണ് ചിന്തിക്കുന്നത്? അതിന് സ്ലേറ്റ മറുപടി പറയുന്നത് മാ എന്ന ബ്ലീറ്റിംഗ് സൗണ്ടിലൂടെയാണ്. Then, if we had not found this stake of hay, we both would be frozen stiff by now, Aaron said. Ma, Slate replied. പിന്നീട് ആരോൺ പറയുന്നത്,
നമ്മളിങ്ങനെ ഒരു ഹെയർ സ്റ്റൈക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, നമുക്ക് അഭയം പ്രാപിക്കാൻ ഇത്തരത്തിലൊരു ഹെയർ സ്റ്റൈക്ക് കിട്ടിയിരുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ തണുത്ത് മരവിച്ചു പോയേനെ എന്ന് സ്ലേട്ടയുടെ അടുത്ത് ആരോൺ പറയുകയാണ്. ഇതിനും മറുപടി ആയിക്കൊണ്ട് സ്ലേട്ടെ മാ എന്ന സൗണ്ടാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. If the snow keeps on falling like this, we may have to stay here for days, Aaron explained. Ma, Slate bleated. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞുവീഴ്ച ഇതുപോലെ തന്നെ തുടർന്നാൽ ദിവസങ്ങളോളം തങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈക്കിൽ അതിജീവിക്കേണ്ടി വരും എന്ന കാര്യം ആരോൺ സ്ലേട്ടയെ അറിയിക്കുകയാണ്. ഇതിനുത്തരമായിട്ടും സ്ലേ മാ എന്ന ബ്ലേറ്റിംഗ് സൗണ്ടാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. യു ക്യാൻ സ്പീക്ക് ബട്ട് ഐ നോ യു അണ്ടർസ്റ്റാൻഡ്. ഐ നീഡ് യു ആൻഡ് യു നീഡ് മീ. ഈസ് ദാറ്റ് റൈറ്റ് മാ? സ്ലേട്ടെ റിപ്ലൈഡ്. പിന്നീട് ആരോൺ തൻ്റെ പെറ്റിനോട് പറയുന്നത്, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, ഹ്യൂമൻ ബീയിങ്സിനെ പോലെ വേർഡ്സ് ഉപയോഗിച്ച് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ നിന്നെ എനിക്ക് സർവൈവ് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നീ എന്നെയും സർവൈവ് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനുത്തരമായിട്ടും മാ എന്ന ശബ്ദത്തിലൂടെ സ്ലേട്ടെ പ്രതികരിക്കുകയാണ്. Aaron becomes sleepy. He made a pillow out of some hay, leaned his head on it and dozed off. Slate too fell asleep. ആരോണിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൻ കുറച്ച് വൈക്കോലെടുത്ത് ഒരു പില്ലോ റെഡി ആക്കിയിട്ട് അതിന് മേൽ തലവെച്ച് ഉറക്കം ആരംഭിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്ലേട്ടയും ഉറങ്ങാൻ തുടങ്ങുകയാണ്. When Aaron opened his eyes, he didn't know whether it was morning or night. ഉറക്കശേഷം കൺ തുറന്ന് നോക്കുമ്പോൾ ആരോണിന് മനസ്സിലാകുന്നില്ല, രാത്രി തന്നെയാണോ അത് നേരം പുലർന്നിട്ടുണ്ടോ, സമയം മനസ്സിലാക്കാനായി ആരോണിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. The snow had blocked up his window. He tried to clear it. Luckily, he had his stick with him and was able to break through to the open air. It was still dark outside. ആരോണിന് രാത്രിയാണോ പകലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ വിൻഡോയിൽ മുഴുവൻ മഞ്ഞ് വീണ് മൂടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഹെയർ സ്റ്റൈക്കിനുള്ളിൽ നല്ല ഇരുട്ടുമായിരുന്നു. ലക്കിലി ആരോണിൻ്റെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആടിനെ മേക്കാൻ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കാണ്. ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ വിൻഡോയിൽ മൂടിക്കിടക്കുന്ന മഞ്ഞെല്ലാം അവന് ഇളക്കി നീക്കുന്നുണ്ട്, മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴും ഡാർക്കാണ്. ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്, അതായത് ഇപ്പോഴും രാത്രിയാണ്, നേരം പുലർന്നിട്ടില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കുകയാണ്. The snow continued to fall outside and the wind wailed. പുറത്ത് മഞ്ഞുപാളികൾ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ശക്തിയായി കാറ്റും വീശുന്നുണ്ട്. Slate too awoke and Aaron greeted her. She answered, "Ma." സ്ലേട്ടയും ഉറക്കമുണരുന്നുണ്ട്. സ്ലേട്ടെ ഉണരുന്ന സമയത്ത് ആരോൺ അവളെ വിഷ് ചെയ്യുന്നുണ്ട്. അതിനുത്തരമായി മാ എന്ന് സ്ലേട്ടെ ബ്ലീറ്റ് ചെയ്യുകയാണ്. യെസ്, സ്ലേറ്റേ's language consisted of only one word, but it meant many things. പിന്നീട് ആരോൺ പറയുന്നത്, സ്ലേട്ടയുടെ ലാംഗ്വേജ് ഒരേ ഒരു വാക്ക് മാത്രമാണ്, മാ എന്ന വാക്ക് മാത്രമാണ്. എങ്കിലും അതിലൂടെ മാ എന്ന ആ ഒരു ബ്ലേറ്റിംഗ് സൗണ്ടിലൂടെ ഒരുപാട് മീനിങ്സ്, അർത്ഥങ്ങൾ സ്ലേട്ടെ കൈമാറുന്നുണ്ട് എന്നാണ് ആരോൺ പറയുന്നത്. For the 3 days, Aaron and Slate stayed in the haystack. Aaron had always loved Slate, but in these 3 days, he loved her more and more. 3 ദിവസങ്ങളായി ആരോണും സ്ലേട്ടയും ആ ഹെയർ സ്റ്റാക്കിനുള്ളിൽ സ്റ്റേ ചെയ്യുകയാണ്. ആരോണിന് തൻ്റെ പെറ്റായിട്ടുള്ള സ്ലേട്ടയുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. എന്നാൽ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ആരോൺ സ്ലേട്ടയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ ആ സ്നേഹം വർദ്ധിക്കുകയാണ് ഈ 3 ദിവസം കൊണ്ട്. അതായത്
ആരോണിനൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ വന്നപ്പോൾ സ്ലേട്ടയാണ് ഹെൽപ്ഫുള്ളായി മാറിയത്. അതുപോലെ തന്നെ സ്ലേട്ടയ്ക്ക് ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആരോൺ ആണ് ഹെൽപ്ഫുള്ളായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് സ്ട്രോങ് ആയി മാറുകയാണ്. ഇവർ തമ്മിലുള്ള സ്നേഹവും ഇൻറ്റിമസിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. She fed him with her warm and milk. He told her many stories and she always listened. When she petted her, she licked his hands and face. ഈ 3 ദിവസങ്ങളിലും മിൽക്കും അതുപോലെ തന്നെ തണുപ്പിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തൻ്റെ ഫെറിൻ്റെ ചൂടും നൽകി സ്ലേട്ടെ ആരോണിനെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ സമയം ചെലവഴിക്കാനായി ആരോൺ സ്ലേട്ടയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. സ്ലേട്ടെ ആ കഥകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുന്നു. ആരോൺ സ്ലേട്ടയെ തലോടുകയും അതുപോലെ തന്നെ സ്ലേട്ടെ തിരിച്ച് ആരോണിൻ്റെ ഹാൻഡ്സും അതുപോലെ തന്നെ ഫേസും ലിക്ക് ചെയ്തുകൊണ്ട് അവർ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The snow fell for 3 days. Aaron and Slate slept all night and Aaron's dreams were all about warm weather. He dreamed of green fields, trees covered with blossoms and singing birds. ആരോൺ പ്രതീക്ഷിക്കുന്നത് സൂര്യൻ ഉദിക്കുന്ന ചൂടുള്ള കാലാവസ്ഥയുള്ളൊരു ദിവസം വരും എന്നാണ്. അതുതന്നെയായിരുന്നു അവൻ്റെ സ്വപ്നത്തിലും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. അവൻ സ്വപ്നം കണ്ടിരുന്നത് ചൂടുള്ളൊരു കാലാവസ്ഥ, സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസം വരും എന്നതാണ്. അതോടൊപ്പം തന്നെ ഗ്രീൻ ഫീൽഡ്സും കായ്കളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളും പാടുന്ന പക്ഷികളെയും ഒക്കെയാണ് അവൻ സ്വപ്നം കണ്ടിരുന്നത്. By the 3rd night, the snow had stopped, but Aaron didn't dare to find his way home in the darkness. അങ്ങനെ അവൻ സ്വപ്നം കണ്ട പ്രകാരം അവൻ പ്രതീക്ഷിച്ച പോലെ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഞ്ഞ് 3-ാം ദിവസം രാത്രിയോടെ നിലയ്ക്കുകയാണ്. മഞ്ഞുവീഴ്ച മാറിയെങ്കിലും ആ രാത്രി ആ ഇരുട്ടിൽ പുറത്തിറങ്ങി വീട്ടിലേക്ക് യാത്ര തുടരാനുള്ള ധൈര്യം നമ്മുടെ ആരോണിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരം പുലരുന്നത് വരെ അവൻ കാത്തിരിക്കുകയാണ്. The sky became clear and the moon shone, casting silvery nets on the snow. ആകാശത്തെ ഇരുണ്ട മേഘങ്ങളെല്ലാം നീങ്ങിപ്പോയിട്ടുണ്ട്. ചന്ദ്രൻ തിളങ്ങി നിൽക്കുകയാണ്. ചന്ദ്രന്റെ വെള്ളി വെളിച്ചം അവിടമാകെ പരക്കുന്നുണ്ട്. On the morning of the 4th day, Aaron heard the ringing of sleigh bells. The haystack was not far from the road. അങ്ങനെ 4-ാം ദിവസം രാവിലെ ആരോൺ യാത്ര തുടരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹേസ്റ്റാക്കിനകത്ത് ഇരിക്കുന്ന സമയത്ത് റോഡിലൂടെ പോകുന്ന ഒരു കുതിരവണ്ടിയുടെ ബെൽസ് ആരോണിന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡിൽ നിന്നും അധികം അകലെയല്ല തങ്ങൾ ഇപ്പോഴുള്ളതെന്ന് ആരോൺ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. The peasant who drove the sleigh pointed out the way to him, not to the town, but home to village. Aaron had decided in haste that he would never part with Slate. ആ കുതിരവണ്ടി ഓടിച്ചിരുന്ന ഒരു കർഷകൻ അയാളുടെ അടുത്ത് ആരോൺ വഴി ചോദിക്കുന്നുണ്ട്. ടൗണിലേക്കുള്ള വഴിയല്ലായിരുന്നു, മറിച്ച് ആരോൺ അന്വേഷിച്ചത് വീട്ടിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു. കാരണം തനിക്ക് പ്രിയപ്പെട്ടതായി മാറിയ ആ മൃഗത്തെ വിൽക്കാൻ ആരോണിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലേട്ടയെ വിൽക്കുന്നില്ല എന്നവൻ തീരുമാനിക്കുകയാണ്. സ്ലേഡേവറായ ആ ഫാർമർ ആരോണിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന് ആരോണിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലേട്ടയുമായി ആരോൺ വീട്ടിലേക്ക് മടങ്ങുകയാണ്. Aaron's family and neighbors had searched for the boy and the goat, but had found no trace of them during the storm. They feared they were lost. നമ്മുടെ സ്ലേട്ടയും ആരോണും ഹേസ്റ്റാക്കിലായിരുന്ന സമയത്ത് ആരോണിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ നെയ്ബേഴ്സും അവനെ കണ്ടെത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ആ ബ്ലിസാർഡിൽ അകപ്പെട്ട് സ്ലേട്ടയും ആരോണും രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ടാകും എന്നായിരുന്നു ഫാമിലിയും അതുപോലെ തന്നെ നെയ്ബേഴ്സും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത്. Suddenly one of the neighbors came running to their house with the news that Aaron and Slate were coming up the road. There was great joy in the family.
അങ്ങനെ നെയ്ബേഴ്സ് അവർ റോഡിലൂടെ തിരിച്ചു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച വീട്ടിൽ വന്ന് അവതരിപ്പിക്കുകയാണ്, ആരോണിൻ്റെ ഫാമിലിയിൽ വന്നിട്ട് പറയുകയാണ്. ഇത്തരത്തിൽ അവരുടെ തിരിച്ചുവരവിനെ കുറിച്ചിട്ട് ആരോണിൻ്റെ വീട്ടിൽ ഓടിച്ചെന്ന് അറിയിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അവർ സ്ലേട്ടയെയും ആരോണിനെയും നഷ്ടപ്പെട്ടു എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ തിരിച്ചു വരുന്നുണ്ട് എന്നറിയുമ്പോൾ അവരിൽ സന്തോഷം ഉണ്ടാകുകയാണ്. Aaron told them how he had found the haystack and how Slate had fed him with her milk. വീട്ടിലെത്തിയതിനു ശേഷം എങ്ങനെയാണ് തങ്ങൾ ബ്ലിസാർഡിനെ അതിജീവിച്ചത്, അതോടൊപ്പം തന്നെ ഹേസ്റ്റാക്കിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും സ്ലേട്ടയുടെ മിൽക്ക് കഴിച്ചുകൊണ്ട് ദാഹം അകറ്റിയതിനെ കുറിച്ചും കൂടാതെ സ്ലേട്ടയുടെ ഫറിനോട് ചേർന്ന് കിടന്നുകൊണ്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടിയതിനെ കുറിച്ചുമെല്ലാം ആരോൺ തൻ്റെ പാരൻസിൻ്റെ അടുത്തും തൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും പങ്കുവെക്കുന്നുണ്ട്. Aaron's sisters hugged Slate and gave her a special treat of chopped carrots and potato peels, which Slate gobbled up hungrily. Nobody ever again thought of selling Slate. ഇത് കേൾക്കുമ്പോൾ ആരോണിൻ്റെ സിസ്റ്റേഴ്സ് സ്ലേട്ടയെ ഹഗ് ചെയ്യുകയും അതുപോലെ തന്നെ സ്ലേട്ടയ്ക്ക് സ്പെഷ്യലായി ചോപ്ഡ് ക്യാരറ്റ്സും പൊട്ടാറ്റോ പീൽസും എല്ലാം കഴിക്കാൻ നൽകുകയാണ്. സ്ലേട്ട അവ ആർത്തിയോടെ തന്നെ വിഴുങ്ങുന്നുണ്ട്. എന്തൊക്കെയായാലും പിന്നീട് സ്ലേട്ടയെ സെല്ല് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. കാരണം ആരോണിൻ്റെ ജീവൻ നിലനിർത്തിയതിൽ സ്ലേട്ടയ്ക്കുള്ള പങ്ക് അത്രയും വലുതായിരുന്നു. And now that the cold weather had finally set in, the villagers needed the service of Reuven. When Hanukkah came, Aaron's mother was able to fry pancakes every evening, and Slate got her own portion too. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. കൂടാതെ നല്ല മഞ്ഞ് വീണിട്ടുണ്ട്, ബ്ലിസാർഡ് ഉണ്ടായിരുന്നു. നല്ല മഞ്ഞുവീഴ്ച ഉണ്ടായതിനാൽ തന്നെ ഫറയറായ നമ്മുടെ ആരോണിൻ്റെ ഫാദർ, അതായത് റൂവണിൻ്റെ കച്ചവടം നന്നായി നടന്നു. അതുകൊണ്ട് തന്നെ ഹനൂക്ക ഫെസ്റ്റിവലിന് ആഘോഷിക്കാനുള്ള ക്യാഷ് അവർക്ക് വരുമാനമായിട്ട് ലഭിക്കുകയാണ്. ഹനൂക്ക ഫെസ്റ്റിവലിന് ആവശ്യമായ എല്ലാ ആവശ്യ സാധനങ്ങളും അവർ വാങ്ങിക്കുന്നു. ആരോണിൻ്റെ മദർ എല്ലാ ഈവനിങ്ങിലും അവർക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലൊരു പോർഷൻ നമ്മുടെ സ്ലേട്ടയ്ക്കും നൽകുന്നുണ്ട്. In the evening, Aaron, Miriam and Anna played dreidel. Slate sat near them and watching the flickering of the Hanukkah candles. വൈകുന്നേരം ആരോണും തൻ്റെ സിസ്റ്റേഴ്സായ മിറിയും അതുപോലെ തന്നെ അന്നയും ഡ്രെയ്ഡൽ എന്ന ഗെയിം കളിക്കുകയാണ്. ഡ്രെയ്ഡൽ എന്ന ഗെയിം ഹനൂക്ക ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ സ്ലേട്ടെ അവിടെ കിടന്നുകൊണ്ട് ഇവർ ഡ്രെയ്ഡൽ ഗെയിം കളിക്കുന്നത് വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹനൂക്ക ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവിടെ കാൻഡിൽസ് എല്ലാം കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മങ്ങിയ വെളിച്ചവും നമ്മുടെ സ്ലേട്ടെ കിടന്നിങ്ങനെ വീക്ഷിക്കുകയാണ്. Once in a while, Aaron would ask her, Slate, do you remember the 3 days we spent together? ആരോൺ സ്ലേട്ടയോട് വീണ്ടും ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്. എന്തെന്നാൽ തങ്ങൾ ഒരുമിച്ച് ഹെയർസ്റ്റാക്കിൽ സർവൈവ് ചെയ്തത് ഓർക്കുന്നുണ്ടോ എന്ന് സ്ലേട്ടയോട് നമ്മുടെ ആരോൺ ചോദിക്കുകയാണ്. Slate shakes her white beard head and came out with the single sound which expressed all her thoughts and all her love. സ്ലേട്ടെ മറുപടി എന്നോണം തൻ്റെ വെളുത്ത രോമങ്ങൾ നിറഞ്ഞ തല ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ തൻ്റെ ബ്ലീറ്റിംഗ് സൗണ്ടിലൂടെ, മാ എന്ന ബ്ലീറ്റിംഗ് സൗണ്ടിലൂടെ സ്ലേട്ടെ റിപ്ലൈ നൽകുകയാണ്. ആ മാ എന്ന സൗണ്ടിൽ, ആ ബ്ലീറ്റിംഗ് സൗണ്ടിൽ സ്ലേട്ടയുടെ ചിന്തകളും അതുപോലെ തന്നെ ആരോണിനോടുള്ള സ്നേഹവും എല്ലാം പ്രകടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ സ്റ്റോറി അവസാനിക്കുന്നത്.